കൊടും കാട്ടിനകത്തൂടെ ഇറങ്ങി ഇറങ്ങി ഒരു 4 മണി സമയമൊക്കെ ആയപ്പോൾ നിങ്ങൾക്കറിയാം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തൊക്കെ നേരത്തെ ഇരുട്ടും. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇരുട്ടായി. ഞാൻ എൻ്റെ ഹെഡ് ടോർച്ചൊക്കെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി. പേടിയില്ല, പേടി ഉള്ളിലേ ഉള്ളൂ, പക്ഷെ പുറത്ത് ഞാൻ കാണിച്ചില്ല. എനിക്ക് തിരിച്ചു വരണമല്ലോ, അതുകൊണ്ട് ഞാൻ അന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. ഇറങ്ങി വന്നപ്പോൾ രാത്രി 9:30 മണിയായി. ഞാൻ റോഡിലെത്തിയപ്പോൾ അവിടുന്ന് ഞാൻ ടാക്സിക്കാരോട് കൈ കാണിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എന്നെ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാവുമോ? അവരെന്നോട് 6000 രൂപ ആണ് ചോദിച്ചത് അവിടെ വരെ പോകാൻ. രാത്രിയായിരുന്നു, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഒരുപാട് ലോറികൾ പോകുന്നു. അതിലൊരു ലോറിക്ക് കൈ കാണിച്ചു. ആ വണ്ടി നിർത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, നാഗാലാൻഡ് പോലുള്ള മണിപ്പൂർ പോലുള്ള സംസ്ഥാനത്ത് ഏറ്റവും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയേ പറ്റുള്ളൂ. അതൊന്നുമല്ല ഞാൻ അന്നേരം ചിന്തിച്ചത്. ഈ ലോറിയിൽ ചാടി കയറി, വലിഞ്ഞു കയറി. വലിയ ലോറിയാണ്, വലിയ സാധനങ്ങളൊക്കെ വരുന്ന വലിയ ലോറിയാണ്. അതിനകത്ത് ചാടി കയറി. അതിനകത്ത് നിന്ന് ഞാൻ 30 കിലോമീറ്റർ പോയപ്പോഴത്തേക്കും ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഇവിടെ വരെയുള്ളൂ, ഇനി അടുത്ത ഏതെങ്കിലും വണ്ടിക്ക് പോകോളാൻ പറഞ്ഞു. ഞാൻ അടുത്ത് ഇറങ്ങി. അവിടെ നിന്ന് വേറെ ലോറിക്ക് കൈ കാണിച്ച് ആ ലോറിയിൽ കയറി ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 2 മണിയായപ്പോൾ എത്തി. 1 രൂപ മുടക്കില്ല. 1 രൂപ പോലും ആ ലോറിക്കാര് മേടിച്ചില്ല എന്നോട്. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് നാഗാലാൻഡിൽ നിന്ന് നാട്ടിൽ വന്നു. പിന്നെ എൻ്റെ ചിന്ത എനിക്ക് നേപ്പാളിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ എവറസ്റ്റ് ആയിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ എവറസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ 10-45 ലക്ഷം രൂപ കുറഞ്ഞത് ചിലവാകും. അത്രയും രൂപ എനിക്ക് ഇപ്പോൾ എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു, എവറസ്റ്റ് പോയവര് താമസിക്കുന്ന സ്ഥലമുണ്ട്, എവറസ്റ്റ് ബേസ് ക്യാമ്പ്. കുറേ ദിവസങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ താമസിച്ചിട്ടാണ് എവറസ്റ്റ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ വഴിയെങ്കിലും പോകും. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2024 ഏപ്രിൽ മാസത്തിൽ ഞാൻ ഈ നേപ്പാളിലേക്ക് പോകുന്നു. ഇതെല്ലാം ഒറ്റയ്ക്കാണ്. നേപ്പാളിൽ ചെന്നിരുന്നു. 11 ദിവസം ട്രെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേപ്പാളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നത്. 8 ദിവസം അവിടെ എത്താനും 3 ദിവസം തിരിച്ചിറങ്ങാനും. 8 ദിവസം എടുത്തിട്ടാണ് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് നമ്മൾ എത്തുന്നത്. 5364 മീറ്ററിലാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്നുകൊണ്ട് എവറസ്റ്റ് കാണാൻ പറ്റും. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ പുസ്തക താളുകളിലൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. അവിടുന്ന് 3000 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എവറസ്റ്റ് എത്താൻ പറ്റും. പക്ഷേ അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. അവിടുന്ന് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തുന്നതിന് മുമ്പ് ഒരു ഗോരക്ഷേപം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഓരോയിടത്തും നമ്മൾ സ്റ്റേ ചെയ്താണ് പോകുന്നത്. അവിടെ എത്തിയപ്പം ആകെപ്പാടെ കുറേ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ കൂടെ അല്ല, പല ആൾക്കാരും അവിടെ വന്ന് താമസിക്കുന്നു. പലരും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാതായി തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഞാനും അവിടെ ചെന്നു. ഗോരക്ഷേപം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും എൻ്റെ മൈൻഡ് എവിടെയൊക്കെയോ പോയി. എനിക്ക് എന്തോ പറ്റുന്ന പോലെയൊക്കെ തോന്നി. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ചിന്തിച്ചു പോയി ഞാൻ ആ സമയത്ത്. പക്ഷേ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, ബേസ് ക്യാമ്പ് എന്നുള്ള ലക്ഷ്യം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും യാത്ര ചെയ്തു. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. എവറസ്റ്റ് കണ്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 2 മണിക്ക് കാലാപത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ട്രക്ക് ചെയ്തു. അവിടെ നിന്നാൽ ഏറ്റവും അടുത്ത് നമുക്ക് അവിടെ നിന്ന് എവറസ്റ്റ് കാണാൻ പറ്റും. ഇത് ഞാൻ ചെയ്തു. കൊടും തണുപ്പത്ത് കൂരിട്ട് വെളുപ്പിന് 4 മണിക്ക് ട്രക്ക് ചെയ്ത് അവിടെ നേപ്പാളിൽ കാലാപത്രയിൽ നിന്ന് ഞാൻ എവറസ്റ്റ് വന്നു. അവിടുന്ന് തിരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ എന്നോട് സംസാരിച്ചു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ്, ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ആ മനുഷ്യന് ഭയങ്കര ആകാംക്ഷ. എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്കാണോ? ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കാണ്. അതും ഭയങ്കര സന്തോഷം. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നേപ്പാൾ പോലുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പുള്ളി എന്നോട് കുറേ നേരം സംസാരിച്ചു. നിങ്ങളെ ഞാൻ ഇന്നലെ മുതൽ വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾ എത്ര സന്തോഷമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, എത്ര സന്തോഷമായിട്ടാണ് നിങ്ങൾ ട്രക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭയങ്കര പാഷനാണ് ഈ ട്രക്കിങ്ങിനോട്. നിങ്ങൾ ഇനി എന്താണ് നിങ്ങൾ ഇതുവരെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിനി കേരളത്തിലെ ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം.
നേപ്പാളിലൊക്കെ ചെറുതായിട്ട് ട്രെക്കിംഗ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതല്ല, നിനക്ക് പല ട്രെക്കിങ്ങുകളും ഉയരങ്ങൾ നിങ്ങൾക്ക് പോകാൻ പറ്റും. എൻ്റെ ഫ്രണ്ട് ഇപ്പം കിളിമഞ്ചാരോ പോയിട്ട് വന്നതേ ഉള്ളൂ, നിനക്കും പറ്റും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത് ഭയങ്കരമായ ഒരു അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. ഇല്ല, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ ഐ ഡി തന്നു. എൻ്റെ മെയിൽ ഐ ഡി മേടിച്ചു. ഇത് നീ ചെയ്യണം എന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് പറ്റും എന്നൊരാൾ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പം തിരിച്ചു വരുന്ന വഴിയിലെല്ലാം ഞാൻ ഇതായിരുന്നു ചിന്ത, എങ്ങനെ കിളിമഞ്ചാരോ പോകാൻ പറ്റും. ഞാൻ 2024 ഏപ്രിൽ മാസത്തിലാണ് നേപ്പാളിൽ പോയെങ്കിൽ 6ാമത്തെ മാസം നേപ്പാൾ ഏപ്രിലിന് 6ാമത്തെ മാസം ഒക്ടോബർ മാസം ഞാൻ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ 4ാമത്തതും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ മൗണ്ടൻ, അത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മൗണ്ടനും ലോകത്തിലെ 4ാമത്തതും ഒറ്റയ്ക്ക് നിൽക്കുന്നതുമായ ഏറ്റവും വലിയ മൗണ്ടനാണ് മൗണ്ട് കിളിമഞ്ചാരോ. അതിൻ്റെ മുകളിലെത്താൻ എനിക്ക് സാധിച്ചു. സാധാരണക്കാരിയായ ഞാൻ, ഏറ്റവും സാധാരണക്കാരിയായ ഞാൻ അവിടെ വരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ ഞാൻ മല കയറണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് മേഖലയിലാണോ ഇരിക്കുന്നത്, 4 പേര് അറിയുന്ന, ലോകം അറിയുന്ന ആൾക്കാരായിട്ട് നമ്മൾക്ക് മാറാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ ഒരിടത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ഒരു എല്ലാത്തിനെയും പേടിയുള്ള എനിക്ക് എല്ലാത്തിനെയും പേടിയായിരുന്നു. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ പേടി, ഒരു 1ാം നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നത് പേടി, എല്ലാം എനിക്ക് പേടി. രാത്രിയാകുമ്പോൾ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ ലൈറ്റ് ഇല്ലെങ്കിൽ ആ മുറിയിലേക്ക് പോകാൻ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. രാത്രി ഒരാളുടെ കൂടെ അല്ലാതെ എനിക്ക് സഞ്ചരിക്കാൻ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കലും വണ്ടി ഓടിക്കുമെന്നും വാഹനം ഓടിക്കുമെന്നും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇന്ന് എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർ വിചാരിക്കും ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാലും നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കും ലോകം അറിയുന്ന ആൾക്കാരായിട്ട് മാറാൻ സാധിക്കും.